ഹൈ ഓൾ, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. നമ്മളുടെ സെറ്റ് എക്സാം 22-ാം തീയതിയാണ് അല്ലേ? നമുക്കറിയാം. നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ICT-യിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് ഈ ഒരു വീഡിയോ യൂസ് ചെയ്യാം. കാരണം ICT-യിലെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻസ് ഒക്കെയാണ് മാക്സിമം നോക്കി പോകുന്നത്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റൻ എക്സാമ്പിളാണ് ഈ പറയുന്ന വെബ് ബ്രൗസറും സെർച്ച് എഞ്ചിനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻസ് അതേപടി, അതായത് പ്രീവിയസിൽ ചോദിച്ച ക്വസ്റ്റൻ ഓപ്ഷനിൽ പോലും വ്യത്യാസമില്ലാതെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ അത് ICT-യിലെ വെബ് പേജും വെബ് ബ്രൗസറും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ മനസ്സിലാക്കിയുള്ള ക്വസ്റ്റൻസ് ആണ് അതേപടി ചോദിച്ചിട്ടുണ്ട്. 3 തവണ വരെ ആ ഒരൊറ്റ ക്വസ്റ്റൻ തന്നെ മാറി മാറി ചോദിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഇതാണ് നമ്മളോട് ക്വസ്റ്റൻ ചോദിച്ചേക്കുന്നത്. ഗൂഗിൾ ക്രോം ഉണ്ട്, ബിങ് ഉണ്ട്, ഫയർഫോക്സ് ഉണ്ട്, മൈക്രോസോഫ്റ്റ് എഡ്ജ് ഉണ്ട്. അപ്പം നമുക്ക് ഒരു കാര്യവും പറഞ്ഞിട്ടില്ലേ, എങ്ങനെ ഇത് കണ്ടെത്തും എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലൂ നമുക്ക് ഇവിടെ ഇല്ല. നമുക്കിത് ഈ സംഭവങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമാണ് ഇതിൽ നിന്ന് ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം പോയി കാര്യം പഠിച്ചിട്ട് വരാം. നമ്മൾ മുകളിൽ കണ്ട ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, വെബ് ബ്രൗസർ എന്താണ്, 2 സെർച്ച് എഞ്ചിൻ എന്താണ്. ഒന്ന്, വെബ് ബ്രൗസർ എന്താണ്. വെബ് ബ്രൗസർ ഈസ് എൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അവിടെ പ്രത്യേകം ഓർക്കുക, അതൊരു സോഫ്റ്റ്വെയർ ആണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഇറ്റ് എനേബിൾ എ യൂസർ ടു ഡിസ്പ്ലേ ആൻഡ് ഇന്ററാക്ട് വിത്ത് ടെക്സ്റ്റ്, വീഡിയോ, ഇമേജ്, ഗെയിം, മ്യൂസിക് ആൻഡ് അതർ ഇൻഫർമേഷൻ ഓൺ എ വെബ് പേജ് അറ്റ് എ വെബ്സൈറ്റ് ഓൺ ദ വേൾഡ് വൈഡ് വെബ്. ഇതാണ് നമ്മളുടെ വേൾഡ് വൈഡ് വെബ് എന്ന വെബ്സൈറ്റിൽ അല്ലെങ്കിൽ വെബ് പേജുകളിലായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വിവരങ്ങൾ. അതായത് നമ്മളുടെ ഇപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ടെക്സ്റ്റുകളായിരിക്കാം, വീഡിയോ ആയിരിക്കാം, ഇമേജ് ആയിരിക്കാം, ഗെയിം ആയിരിക്കാം, മ്യൂസിക് ആയിരിക്കാം, മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻസ് ആയിരിക്കാം. ഇതൊക്കെ നമ്മളെ ആക്സസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഓർത്ത് വെക്കാം, നമ്മളുടെ വേൾഡ് വൈഡ് വെബിൻ്റെ അകത്ത് കിടക്കുന്ന ഈ പറയുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ആക്സസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മളുടെ ഫോണിൻ്റെ അകത്തും നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്തും ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളുടെ ഫോണിലാണെങ്കിൽ ഗൂഗിൾ ക്രോം, അല്ലെ ആപ്പിളിന്റെ അകത്താണെങ്കിൽ സഫാരി, ഇതൊക്കെ എന്താണ്, വെബ് ബ്രൗസേഴ്സ് ആണ്. ഇനി നിങ്ങൾക്ക് മോളിൽ പറഞ്ഞതിനകത്ത് വെബ് പേജും വെബ്സൈറ്റും നമ്മൾ എന്തൊരു ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക മാത്രം. ഇത് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർക്കുക, ദ സെറ്റ് ഓഫ് റിലേറ്റഡ് വെബ് പേജ് ആണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഫേസ്ബുക്ക്, നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്മളെ ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫേസ്ബുക്കിന്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.facebook.com എന്നുള്ളതാണ് നമ്മളുടെ ഫേസ്ബുക്കിന്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് എന്താണ്, ആ വെബ്സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് എങ്ങോട്ടേക്ക് വേണമെങ്കിൽ അല്ലെ, അതിൽ നിന്ന് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഒരു ഫോട്ടോ കണ്ടു, അവിടേക്ക് നമ്മൾ പോയി അവരുടെ പേജിലേക്ക് കയറി ദെൻ നമ്മുടെ ഹോം പേജിലേക്ക് പോയി നമ്മൾ വേറെ പേജിലേക്ക് എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അപ്പോൾ ഇതിനെയാണ് വെബ് പേജുകൾ എന്ന് പറയുന്നത്. അപ്പം മില്യൺസ് ഓഫ് വെബ് പേജുകൾ കൂടിയിട്ടായിരിക്കും ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ആമസോണിൽ നമ്മൾ കയറി നമ്മളൊരു പ്രൊഡക്റ്റിന്റെ ആ ഒരു പേജിലേക്ക് പോയി, നമ്മൾ തിരിച്ച് നമ്മുടെ മെയിൻ പേജിലേക്ക് വന്നു, നമുക്ക് നമ്മുടെ കാർട്ടിലേക്ക് പോയി. അപ്പോൾ ഇതാണ് വെബ് പേജും വെബ്സൈറ്റും നമ്മൾ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഇനി നമ്മൾ ഈ വെബ് ബ്രൗസർ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളോട് ഇതിനോട് ആഡ് ചെയ്ത് പഠിച്ചു പോകാവേ. ലോകത്തിൽ തന്നെ ആദ്യത്തെ വെബ് ബ്രൗസർ, ഫസ്റ്റ് വെബ് ബ്രൗസർ ഇൻ ദ വേൾഡ് ഏതാണ്, വേൾഡ് വൈഡ് വെബ് ആണ്. 1990 ടിം ബെർണേഴ്സ്-ലീ ക്രിയേറ്റ് ചെയ്ത വേൾഡ് വൈഡ് വെബ്. ഓക്കെ, ദെൻ ഇനി ഇവിടെ തന്നെ ഒരു കാര്യം കൂടെ പ്രത്യേകം ഓർത്ത് വെക്കണം. പിന്നീട് ഈ പറയുന്ന WW എന്ന് പറയുന്നത് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് അതിന്റെ പേര്, വെബ് ബ്രൗസറിന്റെ പേര് ചേഞ്ച് ചെയ്തു. അത് നെക്സസ് എന്ന പേരിലേക്ക് മാറ്റി. ഏതാണ്, നെക്സസ്. അതോടൊപ്പം ഒരു കാര്യം ഓർത്ത് വെക്കാം, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വെബ് ബ്രൗസർ ഏതാണെന്ന് വെച്ചാൽ അത് ഗൂഗിൾ ക്രോം ആണ്. നമ്മളൊക്കെ നിരന്തരം യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളും യൂസ് ചെയ്യുന്ന ഏതാണ്, അത് ഗൂഗിൾ ക്രോം ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് നമ്മൾ ഇനി ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മൈക്രോസോഫ്റ്റിനെ ഓർക്കുക. മൈക്രോസോഫ്റ്റിന്റെ ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണ്? മൈക്രോസോഫ്റ്റിന്റെ ആദ്യത്തെ വെബ് ബ്രൗസർ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആണ്. 1995 അവർ മൈക്രോസോഫ്റ്റ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ യൂസ് ചെയ്യാൻ തുടങ്ങി. 2022 വരെ, 95 മുതൽ 2022 വരെ നമ്മുടെ മൈക്രോസോഫ്റ്റിന്റെ വെബ് ബ്രൗസർ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആയിരുന്നു. നമ്മളെല്ലാവരും യൂസ് ചെയ്തിരുന്നതാണ്. ഇപ്പോൾ അവരെന്ത് ചെയ്തു, അതിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ച് അവർ സ്വന്തമായി നിർമ്മിച്ച ഇന്റർനെറ്റ് എക്സ്പ്ലോററിന് പകരം അവർ മൈക്രോസോഫ്റ്റ് എഡ്ജ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. മൈക്രോസോഫ്റ്റ് എഡ്ജ്, അതാണ് ഇപ്പോഴത്തെ മൈക്രോസോഫ്റ്റിന്റെ വെബ് ബ്രൗസർ എന്ന് ഓർത്ത് വെക്കുക. വിൻഡോസ് 10 ഓപ്പറേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് അറിയാം, അവിടെ ഡിഫോൾട്ട് ആയിട്ടുള്ള വെബ് ബ്രൗസറാണ് ഈ പറയുന്ന മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്ന് പറയുന്നത്. അടുത്തത് ഓർത്ത് വെക്കേണ്ട മറ്റൊരു പേരാണ് എപ്പിക് എന്ന് പറയുന്നത്. എപ്പിക് എന്ന് പറഞ്ഞാൽ ഓർത്തോണം, അതായത് ഇന്ത്യൻ വെബ് ബ്രൗസർ, ഇന്ത്യയുടെ സ്വന്തം വെബ് ബ്രൗസർ ഏതാണെന്ന് വെച്ചാൽ അതാരാണ്, എപ്പിക്. ദെൻ ഇതിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട്, അതൊരു ഇൻബിൽറ്റ് ആന്റിവൈറസ് ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള ആദ്യത്തെ, ലോകത്തിൽ തന്നെ ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണെന്ന് വെച്ചാൽ അതും എപ്പിക് തന്നെയാണ്. നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ വെബ് ബ്രൗസേഴ്സിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഗൂഗിൾ ക്രോം, ഗൂഗിൾ അല്ല, ഗൂഗിൾ ഓർത്തണം, ഗൂഗിൾ എന്ന് പറയുന്ന ഒരു സെർച്ച് എഞ്ചിനാണ്. ഗൂഗിൾ ക്രോം, മൈക്രോസോഫ്റ്റ് എഡ്ജ്,
ഒപ്പറ, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, സഫാരി, അതുപോലെ തന്നെ ബ്രേവ്, മൊസില്ല ഫയർബോക്സ്, ടോർ ബ്രൗസർ, ഇതൊക്കെ നമ്മുടെ ടോപ്പ് വെബ് ബ്രൗസേഴ്സിന് എക്സാമ്പിളാണ്. കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. ഗൂഗിൾ ക്രോം ഉണ്ട്, മൈക്രോസോഫ്റ്റ് എഡ്ജ്, ഒപ്പറ, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ദെൻ സഫാരി, ബ്രേവ്, മൊസില്ല ഫയർബോക്സ്, ടോർ ബ്രൗസർ, ഇതൊക്കെ എന്താണ് നമ്മളുടെ വെബ് ബ്രൗസേഴ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇത് നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ഓഡോ നൗട്ടിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം കണ്ട ക്വസ്റ്റൻ നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ഓഡോ നൗട്ട് ഏതാണ്? ഗൂഗിൾ ക്രോം, ബിങ്, ഫയർഫോക്സ്, ദെൻ അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് എഡ്ജ്. ഈ 4 ഓപ്ഷൻ തന്നേക്കുന്നത്. ഈ ക്വസ്റ്റൻ തന്നെ 3 തവണ നമ്മളുടെ സെറ്റ് എക്സാമിന് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്, ഓപ്ഷൻ പോലും മാറാതെ. അപ്പോൾ ഇതിലേതാണ് ഗൂഗിൾ ക്രോമും ഫയർഫോക്സും ദെൻ അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് എഡ്ജും നമ്മൾ വെബ് ബ്രൗസേഴ്സ് ആണ് കണ്ടതാണ്. അപ്പോൾ ബിങ് എന്ന് പറയുന്നത് വെബ് ബ്രൗസർ അല്ല. അങ്ങനെയാണെങ്കിൽ ബിങ് എന്താണ്? അങ്ങനെയാണെങ്കിൽ എന്താണ് സെർച്ച് എഞ്ചിൻ? Search engine is an online tool that is designed to search for websites on the internet based on the user search query. അപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും നല്ലൊരു നമുക്കൊരു എക്സാമ്പിളോട് തന്നെ കാണാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്ക് കൃത്യമായിട്ടൊരു വെബ്സൈറ്റ് അറിയാം. ഫോർ എക്സാമ്പിൾ, www.keralauniversity.ac.in എന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയാം. അത് കേരള യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് അഡ്രസ്സ് ആണെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഞാനൊരു വെബ് ബ്രൗസറിൽ കയറിയിട്ട് ഈ കൃത്യമായിട്ട് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുക്കുന്നു. എനിക്ക് ഡയറക്റ്റ് ആയിട്ട് നോക്കിയാൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ആ വെബ്സൈറ്റിലേക്കാണ് ഞാൻ പോകുന്നത്. പക്ഷേ എനിക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ ഒരു കറക്റ്റായിട്ട് എനിക്ക് വെബ്സൈറ്റ് അഡ്രസ്സ് അറിയത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് കേരള യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ് അറിയേണ്ടത്, അല്ലെങ്കിൽ ആ വെബ്സൈറ്റാണ് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എനിക്കറിയാവുന്ന കീവേഡ്സ് കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഗൂഗിൾ ചെയ്യുന്നു. കിട്ടിയോ? ഞാൻ ജസ്റ്റ് ഇന്ന് ഗൂഗിൾ ചെയ്യുന്നു. ആ ഗൂഗിൾ ചെയ്യുമ്പോൾ എനിക്ക് എന്താണ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മുഴുവൻ സൈറ്റുകളും അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഗൂഗിളിൽ കിടക്കുന്നത് എനിക്ക് കാണിച്ചു തരും. അതിൽ എനിക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് ഉണ്ടാവും. അപ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ശരിക്കും ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒന്ന് ഓർത്ത് വെക്കാം, നമുക്ക് ഒരു കൃത്യമായിട്ടൊരു വെബ്സൈറ്റ് അഡ്രസ്സ് അറിയാമെങ്കിൽ ഒരു വെബ് ബ്രൗസർ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ കറക്റ്റ് ആ വെബ്സൈറ്റിലേക്ക് തന്നെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് വെബ് ബ്രൗസറാണ്. ദെൻ വെബ്സൈറ്റ് നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അറിയാവുന്ന കാര്യത്തെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു കീ വേർഡ് ഗൂഗിൾ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡായിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ ഗൂഗിൾ നമുക്ക് കാണിച്ചു തരും. നമുക്ക് അതിനകത്ത് എങ്ങോട്ടാണ് പോകേണ്ടത് അതിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. ഇവിടെയാണ് അത് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ സെർച്ച് എഞ്ചിൻ പക്ഷെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു വെബ് ബ്രൗസർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ സെർച്ച് എഞ്ചിൻ നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വെബ് ബ്രൗസറും ദെൻ സെർച്ചിനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. നമുക്കൊരു വെബ്സൈറ്റ് അഡ്രസ്സ് കൃത്യമായിട്ട് അറിയാം എങ്കിൽ കറക്റ്റായിട്ട് നമ്മളത് വെബ് ബ്രൗസറിൽ അത് കൊടുക്കുന്നു. ദെൻ എന്ത് ചെയ്യാണ്? നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ആ സൈറ്റിലേക്ക് ചെല്ലാനായിട്ട് പറ്റും. എന്നാൽ നമുക്ക് അങ്ങനെ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ജസ്റ്റ് ഗൂഗിൾ ചെയ്യാണ് ശരിക്കും ചെയ്യുന്നത്, അല്ലേ? നമ്മൾ അതിനെയാണ് സെർച്ച് എഞ്ചിൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഗൂഗിളിൽ കയറി നമ്മുടെ ആ കീവേഡ് നമ്മൾ കൊടുക്കുന്നു. നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ നമുക്ക് കിട്ടും. അതിൽ നമുക്ക് ഏതുകൊണ്ട് വേണമെങ്കിലും പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കാം. ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് വെബ് ബ്രൗസറാണ്. ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് വെബ് ബ്രൗസറാണ്. എന്നാൽ ഗൂഗിൾ എന്ന് പറയുന്നത് അതൊരു വെബ് ബ്രൗസർ അല്ല. ഗൂഗിൾ എന്ന് പറഞ്ഞാൽ അതൊരു സെർച്ച് എഞ്ചിനാണ്. സഫാരി എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. സഫാരി എന്ന് പറയുന്നത് നമ്മൾക്കറിയാം ആൻഡ്രോയിഡ് അല്ല, നമ്മളുടെ എന്താണ് ആപ്പിളിൻ്റെ ഫോണിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസറാണ് സഫാരി എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെയും സെർച്ച് എഞ്ചിൻ ഗൂഗിൾ തന്നെയാണ്. കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. ആപ്പിളിൻ്റെ വെബ് ബ്രൗസർ എന്ന് പറയുന്നത് സഫാരിയാണ്. പക്ഷേ അതിൻ്റെയും സെർച്ച് എഞ്ചിൻ ഏത് തന്നെയാണ്? ഗൂഗിൾ തന്നെയാണ്. അപ്പോൾ വെബ് ബ്രൗസറും നമ്മുടെ സെർച്ച് എഞ്ചിനും കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. ഡയറക്റ്റായിട്ട് നമുക്ക് സൈറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വെബ് ബ്രൗസറും അതുമായിട്ട് റിലേറ്റഡായിട്ടുള്ള മുഴുവൻ സൈറ്റുകൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ അത് സെർച്ച് എഞ്ചിനും നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഈ 2 പേരുള്ള ഒന്ന് ഓർത്ത് വെക്കാം. ലോകത്തിൽ തന്നെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ഏതാണ്? അത് ആർച്ചിയാണ്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ഏതാണ്? അത് ഗുരുജിയാണ്. ആർച്ചി, ഗുരുജി. ഓർത്ത് വെക്കാൻ എളുപ്പമല്ലേ? ആർച്ചിയും ഗുരുജിയും. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ബ്രൗസർ? മൊസില്ല ഫയർബോക്സ്, മൈക്രോസോഫ്റ്റ് എഡ്ജ്, ഒപ്പറ, ഗൂഗിൾ. ഗൂഗിൾ എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിൻ ആണ് എന്നറിയാമെങ്കിൽ തന്നെ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ബാക്കി 3ലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ആണ് എന്നറിയാമെങ്കിൽ എന്താണ് വളരെ പെട്ടെന്ന് തന്നെ അതിലേക്ക് ആൻസറിലേക്ക് പോകാം. മൈക്രോസോഫ്റ്റ് എഡ്ജും ഒപ്പറയും മൊസില്ല ഫയർബോക്സും എല്ലാം എന്താണ്? വെബ് ബ്രൗസേഴ്സ് ആണ്. ഇനി അടുത്ത ഏതാണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് എ പോപ്പുലർ വെബ് ബ്രൗസർ? ഇന്റർനെറ്റ് എക്സ്പ്ലോററും മൊസില്ല ഫയർബോക്സും ഗൂഗിൾ ക്രോമും അത് നമ്മൾ വെബ് ബ്രൗസറാണെന്ന് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ മൈക്രോസോഫ്റ്റ് ആക്സസ് ആണ് ഇതിനകത്ത് എന്താണ് നമ്മുടെ ഒരു പോപ്പുലർ വെബ് ബ്രൗസർ അല്ലാത്തത്. അതെന്താണ്? അത് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. നമ്മുടെ മൈക്രോസോഫ്റ്റ് ഓഫീസിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം മാത്രമാണ് മൈക്രോസോഫ്റ്റ് ആക്സസ് എന്ന് പറയുന്നത്. അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ പോപ്പുലർ വെബ് ബ്രൗസർ? ഇപ്പോൾ ഒരു പോപ്പുലർ വെബ് ബ്രൗസറിന്റെ എക്സാമ്പിൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് ഓഫീസ്, എക്സൽ, ആക്സസ്, ഇത് 3 തന്നിട്ടുണ്ട്. ഇത് 3ഉം അല്ല എന്ന് നമുക്കറിയാം. ഏതാണ്? മൈക്രോസോഫ്റ്റ് എഡ്ജ് ആണ് വളരെ പോപ്പുലർ ആയിട്ടുള്ള വെബ് ബ്രൗസർ. നെക്സ്റ്റ്,
വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദ ഫസ്റ്റ് കൊമേഴ്സ്യൽ വെബ് ബ്രൗസർ? ഫസ്റ്റ് കൊമേഴ്സ്യൽ വെബ് ബ്രൗസർ എന്ന് പറയുന്നത് നെറ്റ്സ്കേപ്പ് ആണ്, മറക്കരുത്, നെറ്റ്സ്കേപ്പ് ആണ്. ദെൻ അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ബ്രൗസർ? ബ്രൗസർ അല്ലാത്തത് ഏതാണ്? നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. സഫാരി, ആൻഡ്രോയിഡ്, ക്രോം, എഡ്ജ്. സഫാരി നമ്മൾ പറഞ്ഞു നമ്മുടെ ആപ്പിളിലെ വെബ് ബ്രൗസറാണ്. ദെൻ ക്രോം, ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന വെബ് ബ്രൗസറാണ്. എഡ്ജ് എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റ് വെബ് ബ്രൗസറാണ്. ഇതിനകത്ത് ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഫോണുകളിലൊക്കെയുള്ള സാധാരണ ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഈ പറയുന്ന ആൻഡ്രോയിഡ് എന്ന് പറയുന്നത്. സ്മാർട്ട് ഫോണിലും ടാബ്ലറ്റിലും ഒക്കെ ഉള്ള ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എന്ത് ആൻഡ്രോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ബ്രൗസർ അല്ലാത്ത ഏതാണ്? ആൻഡ്രോയിഡ് ആണ്. നമ്മളുടെ ലൈവ് സെഷൻസ് എല്ലാം ഈ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഓരോ ടോപ്പ് ICT ആണെങ്കിൽ ICTന്റെ ബേസ് തൊട്ട് അതിന്റെ ഏറ്റവും നമ്മൾ ഇന്ന് വരെ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ കൃത്യമായിട്ട് ഒരു സ്റ്റോറി പോലെ നമ്മൾ പോകും. അതിനിടയിൽ എല്ലാ ഏരിയ ഓരോ ടോപ്പിക്കും എടുക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ പ്രീവിയസ് ക്വസ്റ്റൻസും മോഡൽ ക്വസ്റ്റൻസും ഒക്കെ ഡിസ്കസ് ചെയ്താൽ പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ചെറിയ ഫീസിൽ ഏറ്റവും നല്ലൊരു കോച്ചിങ് നമ്മൾ ഉറപ്പ് തരുന്നുണ്ട്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ബിൽറ്റ് ഇൻ ബ്രൗസർ പ്രൊവൈഡഡ് വിത്ത് വിൻഡോ 10, 11 എക്സെട്ര? നമ്മൾ പറഞ്ഞു വിൻഡോ 10, 11 ഡിഫോൾട്ട് ആയിട്ടുള്ള ബ്രൗസറാണ് എഡ്ജ് എന്ന് പറയുന്നത്, മറക്കരുത്, എഡ്ജ്. ദെൻ അടുത്തത് വാട്ട് ഈസ് എ ബ്രൗസർ? ബ്രൗസർ എന്താണ്? കൃത്യമായിട്ട് ഓർത്ത് നോക്കുക. എന്താണ് ഒരു ബ്രൗസർ എന്ന് പറയുന്നത്? അതായത് നമുക്ക് കാര്യങ്ങൾ വെബ് പേജിൽ നിന്ന് എടുക്കാൻ, അല്ലെ, സോഫ്റ്റ്വെയർ ദാറ്റ് എനേബിൾ ഇന്റർനെറ്റ് യൂസർ ടു വ്യൂ എ വെബ് പേജ്. വെബ് പേജിൽ നമുക്ക് നോക്കാനും പഠിക്കാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ പറയുന്ന ബ്രൗസർ എന്ന് പറഞ്ഞത്. ഇത് ഓർത്ത് നോക്കുക, സോഫ്റ്റ്വെയർ ദാറ്റ് എനേബിൾ ഇന്റർനെറ്റ് യൂസർ ടു വ്യൂ എ വെബ് പേജ്. നെക്സ്റ്റ് വൺ, എക്സാമ്പിൾ ഓഫ് വെബ് ബ്രൗസേഴ്സ് ഏതൊക്കെയാണ്? മൊസില്ല, ഒപ്പറ, നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ, നെറ്റ്സ്കേപ്പ്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, മൊസില്ല ഫയർബോക്സ്. ഇതെല്ലാം ഓൾ ഓഫ് ദ എബോ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതെല്ലാം എന്താണ്? വെബ് ബ്രൗസേഴ്സിന് എക്സാമ്പിൾ ആണ്.